പ്രിയമുള്ളവരെ, ഇന്ന് വളരെ സുപ്രധാനമായ ഒരു രേഖ പുറത്തു വന്നു. അത് സാധാരണഗതിയിൽ ഈ സീറോ മലബാർ സഭയിലെയോ കത്തോലിക്ക സഭയിലെയോ തന്നെ വിശ്വാസികൾക്ക് ആർക്കും ലഭിക്കാത്ത ഒരു രേഖയാണ്. മാർ ആൻഡ്രൂസ് താഴത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയെ പറ്റി വത്തിക്കാനിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ബിഷപ്പ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു റിപ്പോർട്ട് വത്തിക്കാനിൽ സമർപ്പിച്ചാൽ സാധാരണഗതിയിൽ അത് പുറത്ത് വെളിച്ചം കാണാറില്ല, ആരും അറിയാറുമില്ല, ഒരാളെയും കാണിക്കില്ല. അതെപ്പോഴും അതൊരു രഹസ്യ റിപ്പോർട്ടായിട്ടാണ് ഇരിക്കുക. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നു. അത് പുറത്തു വന്നത് ഈ ആൻഡ്രൂസ് മെത്രാന്റെ തന്നെ ഒരു കൈപ്പിഴ കൊണ്ട് പുറത്തു വന്നതാണ്. ആൻഡ്രൂസ് മെത്രാൻ മെയിൽ അയച്ചപ്പോൾ അറിയാതെ മറ്റൊരാൾക്ക് മെയിൽ അയച്ചുപോയി. അങ്ങനെ അയാളുടെ കയ്യിലേക്ക് ഈ റിപ്പോർട്ട് എത്തി. അതിനുശേഷം ആൻഡ്രൂസ് മെത്രാൻ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അയാളോട് ഇത് പൊന്തിഫിക്കൽ സീക്രട്ടാണ്, പുറത്തു പറഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും എന്ത് സംഭവിച്ചു? എന്നിട്ടും ഇത് പുറത്തു വന്നു. ഇനി ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റിലേക്ക് വരാം. ഈ റിപ്പോർട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആൻഡ്രൂസ് മെത്രാനെ പോലെ ഒരു മെത്രാൻ, ഒരു സീനിയർ മെത്രാൻ, സീറോ മലബാർ സഭയിലെ പെർമനന്റ് സിനഡിലെ അംഗമായ ഒരു സീനിയർ മെത്രാൻ മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ടിനകത്ത് തികച്ചും വ്യാജമായ പച്ചക്കള്ളങ്ങൾ നിറച്ച ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. പച്ചക്കള്ളങ്ങൾ, യാതൊരു ആധികാരികതയും ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ നിറച്ച ഒരു റിപ്പോർട്ട് വത്തിക്കാനിൽ സമർപ്പിച്ചിരിക്കുന്നു. അത് സഭാപരമായി ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇത്തരം വ്യാജ റിപ്പോർട്ടുകൾ ചമച്ച് വത്തിക്കാനിൽ സമർപ്പിച്ചാൽ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ ഓറിയന്റൽ സഭകളുടെ കാനൻ നിയമം അനുസരിച്ച്, കാനൻ നിയമം 1448(1), 1452, 54, 55, 64 ഈ വകുപ്പുകൾ പ്രകാരം മേജർ എക്സ്കമ്മ്യൂണിക്കേഷന് വിധേയനാകേണ്ടയാളാണ് മാർ ആൻഡ്രൂസ് താഴത്ത്. അദ്ദേഹത്തെ വിചാരണ ചെയ്ത് സഭയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ട, സിനഡിൽ നിന്നല്ല, ഒരു മെത്രാൻ എന്ന സ്ഥാനത്തിൽ നിന്നല്ല, മറിച്ച് സീറോ മലബാർ സഭയുടെ, കത്തോലിക്ക സഭയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം. കാരണം അത്ര വലിയ ഗുരുതരമായ തെറ്റാണ് അദ്ദേഹം ചെയ്തത്. തനിക്ക് കിട്ടിയ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ്, ചെറിയ തെറ്റല്ല. ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന അദ്ദേഹം ചലഞ്ചസ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് 7ാമത്തെ ചാപ്റ്റർ പോലെ 7ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം ചലഞ്ചസ് എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും മുഴുവനും ആന്റി കാത്തലിക് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ തന്ത്രങ്ങളും ധനസഹായവും പറ്റുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഉത്തരത്തിൽ, ആ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കണം. ആരോപണം ഉന്നയിക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണ് തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത്. അങ്ങനെ തെളിവുകൾ ഹാജരാക്കാനാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സീറോ മലബാർ സഭ നടപടിക്ക് ശുപാർശ ചെയ്യണം. തട്ടിൽ മെത്രാൻ അത് ചെയ്യാനുള്ള ചങ്കൂറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം. എന്നാലും അത്തരമൊരു നടപടികൾക്ക് ഏതറ്റം വരെ സാധ്യതയുണ്ടോ ആ സാധ്യതയുമായി അൽമായ മുന്നേറ്റം മുമ്പോട്ട് പോകും, ഒരു സംശയമില്ല. ആ സാധ്യതകളെല്ലാം പരിശോധിക്കും. അതിനേക്കാളൊക്കെ ഉപരിയായി ഈ കത്ത് വായിച്ചാൽ മനസ്സിലാകുന്നത് ഇതിൽ മുഴുവനും നുണക്കഥകളുടെ ഒരു കൂമ്പാരമാണ്. കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് അത് തന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടിനകത്ത് ആൻഡ്രൂസ് മെത്രാൻ പകർത്തി എഴുതി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. എറണാകുളം അങ്കമാലി അതിരൂപതയോടും ഈ അതിരൂപതയിലെ വിശ്വാസികളോടും വൈദികരോടും അത്രയേറെ വെറുപ്പും
വെഞ്ചൻസ്, അത്രയേറെ വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്നയാളാണ് ഈ ആൻഡ്രൂസ് മെത്രാൻ. ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ യോഗ്യനായ ഒരു മനുഷ്യനല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇതേപോലത്തെ വർത്തമാനങ്ങൾ ഇതിനകത്ത് എഴുതി പിടിപ്പിക്കില്ല. പച്ചക്കള്ളങ്ങൾ എഴുതിയിരിക്കുന്നു. അതിലൊക്കെ ഉപരിയായ വേറെ രസമുണ്ട്. എന്താണെന്നറിയാം, സിനഡ് ഒരു കമ്മീഷനെ വെച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ ചർച്ച ചെയ്ത് ഒരു MOU, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുകയും ചെയ്തു. ആ ഉണ്ടാക്കിയത് സിനഡിൽ കൊണ്ടുവന്നപ്പോൾ സിനഡിലെ മെത്രാൻമാർ അങ്ങനെ തന്നെ അത് പാസ്സാക്കിയിട്ട് വത്തിക്കാനിലേക്ക് ശുപാർശ സഹിതം, പോസിറ്റീവ് നോട്ട് സഹിതം അയക്കാൻ ആവശ്യപ്പെട്ടു. ഈ ആൻഡ്രൂസ് മെത്രാൻ ആ നോട്ട് അയക്കുന്ന കൂട്ടത്തിൽ പോസിറ്റീവ് നോട്ടിന് പകരം എല്ലാ സജഷൻസിന്റെ അടുത്തും നെഗറ്റീവ് നോട്ടുകൾ എഴുതി വെച്ചു. സിനഡിലെ മെത്രാന്മാരെ വിഡ്ഢിയാക്കി എന്നർത്ഥം. എന്തിനാണ് ഈ സിനഡ് കൂടുന്നത്? എന്തിനാണ് ഇതിനകത്ത് മെത്രാന്മാർ? ആൻഡ്രൂസ് എന്ന് പറഞ്ഞത് ഒരൊറ്റ മെത്രാൻ പോലെ. അങ്ങനെ മുഴുവൻ നെഗറ്റീവ് നോട്ടുകൾ എഴുതി വെച്ച് സിനഡിനെ പറ്റിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളെ പറ്റിച്ചു. സീറോ മലബാർ സഭയെ ആകമാനം പറ്റിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മെത്രാനാണ്, ഒരു പെർമനന്റ് സിനഡിലെ അംഗമായ മെത്രാനാണ്, CBCIയുടെ ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു മെത്രാനാണ് മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതുപോലെ വീഡിയോ ഇടയിൽ വെച്ച് പോസായി പോയതുകൊണ്ടാണ്. നോക്കൂ, CBCIയുടെ പ്രസിഡന്റായ ഒരു ആളാണ് സ്വന്തം മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ച, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ച കത്തിൽ പച്ചക്കള്ളങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. തന്റെ തോന്നിവാസത്തിനനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കുന്നതിന്റെ പേരല്ല കത്തോലിക്ക സഭയിലെ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കണം. സിനഡ് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, അദ്ദേഹം തന്നിഷ്ടത്തിന്, താന്തോന്നിത്തത്തിന് തോന്നുന്നത് പോലെ ചെയ്യുന്നു. സിനഡ് പോസിറ്റീവ് നോട്ട് വെച്ച് അയക്കാൻ പറയുന്നു, അദ്ദേഹം അത് നെഗറ്റീവ് നോട്ട് വെച്ച് അയക്കുന്നു. എന്നിട്ട് സിനഡ് പറയണത് അനുസരിക്കണം എന്നാണ് ഇവിടുത്തെ വിശ്വാസികളോട് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല വാചകങ്ങളുടെയും പദാനുപദ തർജ്ജമ ഈ ജൂലൈ 3 തൊട്ട് അനുസരിക്കണമെന്ന് പറഞ്ഞ ആ സർക്കുലറിലുണ്ട്. എന്ന് പറഞ്ഞാൽ മാർ ബോസ്കോ പുത്തൂരും മാർ റാഫേൽ തട്ടിലും ഇദ്ദേഹം പറഞ്ഞ ഈ റിപ്പോർട്ടിനെ അനുസരിച്ചാണ് കാര്യങ്ങൾ എഴുതി ചേർത്തത് എന്നർത്ഥം. ഇദ്ദേഹം ഈ റിപ്പോർട്ട് എപ്പോഴാണ് എഴുതിയെന്നറിയാം? ഗ്ലോബൽ സിനഡിൽ പങ്കെടുക്കാൻ വേണ്ടി വത്തിക്കാനിൽ ചെന്നപ്പോഴാണ്. വത്തിക്കാനിൽ പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ കർദിനാൾ ആലഞ്ചേരി ഉണ്ടായിരുന്നു. കർദിനാൾ ആലഞ്ചേരിയും ആൻഡ്രൂസ് മെത്രാനും ചേർന്ന് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരം വത്തിക്കാനിൽ സമർപ്പിക്കുന്നു. വത്തിക്കാനിൽ ചെന്നിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെന്നല്ല പറയണത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഒരു തെമ്മാടിക്കൂട്ടങ്ങളാണ്. അവര് ഈ ആന്റി കാത്തലിക് തീവ്രവാദികളാണ് എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വത്തിക്കാനിൽ ചെന്നിട്ട് കുറെ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഗുരുതരമായ കൃത്യവിലോപം. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയാണ് ആൻഡ്രൂസ് താഴത്തും കർദിനാൾ ആലഞ്ചേരിയും കൂടി നടത്തിയത്. അതിൽ പങ്കാളികളായത് മാർ ബോസ്കോ പുത്തൂരും മാർ റാഫേൽ തട്ടിലുമാണ്. ക്രിമിനൽ ഗൂഢാലോചന. നിയമപരമായ എല്ലാ വശങ്ങളും ഞങ്ങൾ പരിശോധിക്കും. സിനഡ് ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാർ ബോസ്കോ പുത്തൂരായിരുന്നു. ആ കമ്മിറ്റിയുടെ ഉണ്ടാക്കിയ MOUവിന്റെ ഇംപ്ലിമെന്റേഷൻ തുടങ്ങേണ്ടത് 2023 സെപ്റ്റംബർ 8-നാണ്. ആ ഇംപ്ലിമെന്റേഷൻ തുടങ്ങുമെന്ന് പറഞ്ഞാണ് MOUവിന്റെ ആദ്യ കണ്ടീഷൻ അതാണ്. 2023 സെപ്റ്റംബർ 8-ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഒരു സിനഡ് കുർബാന അർപ്പിച്ചുകൊണ്ട് MOUവിന് തുടക്കം കുറിക്കുന്നു. അതാണ് ആ MOUവിന്റെ ആദ്യത്തെ പോയിന്റ്.
അതിനെ ലംഘിക്കാൻ വേണ്ടി മാർ ബോസ്കോ പുത്തൂർ കൂട്ടുനിന്നു എന്നാണ് ഈ കത്ത് വെളിവാക്കുന്നത്. മാർ ബോസ്കോ പുത്തൂർ ഈ കത്ത് സെപ്റ്റംബർ 8 മുമ്പ് കൊടുക്കേണ്ട MOU സബ്മിറ്റ് ചെയ്യുന്നത് ആർക്ക്? ഈ ആൻഡ്രൂസ് താഴത്തിന് സബ്മിറ്റ് ചെയ്യുന്നത് തന്നെ സെപ്റ്റംബർ 12 ഇവര് രണ്ടുപേരും കൂടി ചേർന്നുള്ളൊരു കള്ളക്കളിയാണ്. എന്നിട്ട് വത്തിക്കാനിൽ ചെന്ന MOU കാലഹരണപ്പെട്ടു പോയി. കാരണം സെപ്റ്റംബർ 8 തുടങ്ങേണ്ടതായിരുന്നു, തുടങ്ങിയില്ല. എങ്ങനെ തുടങ്ങും? ഈ MOU അങ്ങോട്ട് അയച്ചിട്ടില്ല, ബോധപൂർവം അയക്കാതിരുന്നു. മെത്രാന്മാർ ഒരുമിച്ച് ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 450ഓളം വരുന്ന വൈദികരെയും ലക്ഷക്കണക്കിന് 6 ലക്ഷത്തിലേറെ വരുന്ന വിശ്വാസികളെയും വഞ്ചിക്കുകയാണ്. ഈ വഞ്ചനയ്ക്ക് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. അത് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി.